ഇന്ത്യ ഉടനെ തന്നെ ആ ആയുധം പരീക്ഷിക്കും. പാകിസ്ഥാനാണ് ഇതിൽ ഏറ്റവും അധികം വ്യാകുലപ്പെടുന്നത്. 500 കിലോഗ്രാമിന്റെ ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇന്ത്യ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDOയും ഇന്ത്യൻ വ്യോമസേനയും 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ Su-30 MKI യുദ്ധവിമാനത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച PGB 500 പ്രിസിഷൻ ഗൈഡഡ് ബോംബിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് നടത്താൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. 500 കിലോഗ്രാം വാർഹെഡുള്ള ഈ ബോംബ് ഉറപ്പുള്ള ബങ്കറുകൾ, കമാൻഡ് സെന്ററുകൾ, തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷണ വേളയിൽ ബോംബിന്റെ വഹിക്കാനുള്ള ശേഷി, വായു സഞ്ചാര ബാലൻസ്, സുരക്ഷിതമായിട്ടുള്ള പ്രകാശനം എന്നിവ പരിശോധിക്കും. ഗൈഡഡ് സിസ്റ്റത്തിൽ GPS INS ഉള്ള പ്രിസിഷൻ ടെർമിനൽ ടാർഗറ്റിംഗ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച പ്രിസിഷൻ ഗൈഡഡ് ബോംബ് കുടുംബത്തിന്റെ ഭാഗമാണ് PGB 500 എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ഹെവി റേഞ്ച് ആയുധമാണ്. ഇത് അങ്ങേയറ്റത്തെ കൃത്യതയോടെ ഉറപ്പിച്ച ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ഒരു ആയുധം കൂടെയാണ്. വിജയകരമായിട്ടുള്ള പരീക്ഷണത്തിന് ശേഷം ഇത് സൈന്യത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് അറിയാനും സാധിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾ ഇനി ഉറങ്ങില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളുടെ ബങ്കറുകളോ ഭൂഗർഭ ഒളിത്താവളങ്ങളോ ഇപ്പോൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്നുള്ളത് ഈ ആയുധത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനോടകം തന്നെ Su-30 MKIയിൽ ബ്രഹ്മോസ്, അസ്ത്ര, രുദ്രം തുടങ്ങിയ ആയുധങ്ങളുണ്ട്. ഈ ബോംബ് ചേർക്കുന്നത് വിമാനത്തിന്റെ പ്രഹരശേഷി കൂടുതൽ വർദ്ധിപ്പിക്കും. പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദികളുടെ കാര്യം കട്ടപ്പോഹ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.